2026 ഫിഫ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ബ്രസീലിന്റെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള ടീം കഴിഞ്ഞ ദിവസം മാനേജറായിട്ടുള്ള കാർലോ ആൻചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രഖ്യാപിച്ച ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, ആരില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതെ, ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ നെയ്മർ ജൂനിയർ ടീമിൽ ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെ ആയിരുന്നു. ഈ ഒരു സ്ക്വാഡിൽ എന്തായാലും നെയ്മർ ഉണ്ടാവില്ല എന്ന് എനിക്കൊരു 90% ഒരു 95% അറിയാമായിരുന്നു. കാരണം കാർലോ ആൻചലോട്ടി എന്ന മാനേജറെ സംബന്ധിച്ച് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പൂർണ്ണ ഫിറ്റ്നസ് ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ കൂടുതൽ നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ പലതവണ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്റെ പല ഫ്രണ്ട്സ് വഴി ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ വന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്, കാർലോ ഈ 2026 വേൾഡ് കപ്പ് പ്ലാൻ ചെയ്യുന്നത് പോലും വിത്തൗട്ട് നെയ്മർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എന്ന് പോലും ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വിത്തൗട്ട് നെയ്മർ എന്നുള്ള ബ്രസീലിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല വിത്തൗട്ട് നെയ്മറിൽ കളിക്കുന്ന ബ്രസീൽ ടീം ഈ വരാൻ പോകുന്ന 2 ഫ്രണ്ട്ലി ആണുള്ളത്. ക്രൊയേഷ്യ ആയിട്ടുണ്ട്, അതേപോലെ ഫ്രാൻസ് ആയിട്ടുണ്ട്. ഈ 2 ടീമായിട്ട് ഫ്രണ്ട്ലി അവർ എങ്ങനെ കളിക്കും, അത് എത്രത്തോളം വിജയകരമായിരിക്കും എന്നതുപോലും എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ബ്രസീലിന്റെ പല പൊസിഷനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്. റൈറ്റ് വിങ് ആണെങ്കിലും ലെഫ്റ്റ് വിങ് ആണെങ്കിലും ഒക്കെ, മിഡ് ആണെങ്കിലും ഒക്കെ കളിക്കാൻ, എന്തിന് ഗോൾ കീപ്പർമാർക്ക് വരെ അവിടെ ക്ഷാമമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഒരു നമ്പർ 10 പ്ലേസിൽ കളിക്കാൻ, നമ്പർ 10 കളിക്കാൻ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് 100% സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, റോഡ്രിഗോനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ റോഡ്രിഗോ എന്തായാലും സ്ക്വാഡിൽ ഇല്ല, അത് മറ്റൊരു കാര്യം. സോ റോഡ്രിഗോയും കൂടി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആര് കളിക്കും എന്നുള്ളതാണ്. സോ നെയ്മർക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ ബ്രസീലിന്റെ സ്ക്വാഡിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. സോ ഈ പ്രസ് കോൺഫറൻസിന്, ഈ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് ശേഷം കാർലോ പറഞ്ഞത് പൂർണ്ണ ആരോഗ്യവനായിട്ട് നെയ്മർ എത്തുകയാണെങ്കിൽ ഉറപ്പായും 2026 വേൾഡ് കപ്പിൽ നെയ്മർ ഉണ്ടാവും എന്ന് തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് കാർലോ ഇതിങ്ങനെ ചവിട്ടി വെച്ചിരിക്കുകയാണ്. നെയ്മർക്ക് കുറെ കൂടി സമയം കൊടുത്തിരിക്കുകയാണ്, നെയ്മർക്ക് ഫിറ്റ്നസ് തിരിച്ചെടുക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്റെ ഫ്രണ്ട്സായിട്ടുള്ള ചർച്ചയിൽ വിത്തൗട്ട് നെയ്മർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ് കാർലോയ്ക്ക് ഉള്ളത് എന്ന് പലരും പറഞ്ഞപ്പോഴും ഞാൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഒരിക്കലും വിത്തൗട്ട് നെയ്മർ എന്ന രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നെയ്മറെ പോലെ ഒരു പ്രതിഭ ആളുടെ കണ്ണും മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്ക് നെയ്മറെ മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആകെ കാണുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് നെയ്മറുടെ പരിക്ക് മാത്രമാണ്. അല്ലാതെ നെയ്മറുടെ പെർഫോമൻസിലോ അല്ലെങ്കിൽ നെയ്മർ ഫോം ഔട്ട് ആണെന്നോ അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല. നെയ്മറുടെ പരിക്കുകൾ, അതായത് ഫിറ്റ്നസ് പരമായ പ്രശ്നങ്ങൾ മാത്രമാണ് നെയ്മർക്കുള്ളത്. അല്ലാതെ മറ്റൊരു രീതിയിലുമുള്ള ഒരു പ്രശ്നവും ഞാൻ നെയ്മറിൽ കാണുന്നില്ല. അപ്പോ എന്തായാലും വിത്ത് നെയ്മർ എന്നുള്ള സാധനം തന്നെയാണ് 2026 വേൾഡ് കപ്പിൽ കാർലോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ കാർലോ നെയ്മർക്ക് കൊടുത്തിരിക്കുകയാണ് സമയം. ഓരോരുത്തർ ചിലപ്പോൾ സന്തോഷിക്കായിരിക്കും, നെയ്മർ ഇല്ല, നെയ്മർ കാണില്ല എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ നിങ്ങൾ നെയ്മർ ഇല്ലാത്ത ഒരു സ്ക്വാഡിനെ ഇങ്ങനെ കണ്ട് അങ്ങോട്ട് ശീലിച്ച് ഇങ്ങനെ വരുമ്പോഴായിരിക്കും ആ പ്രഖ്യാപനം വരുന്നത് വിത്ത് നെയ്മർ എന്നുള്ളത്. അതായത് നെയ്മർ ഇങ്ങ് എത്തും. നമ്മുടെ വലിയേട്ടൻ തിയാഗോ സിൽവ പറഞ്ഞതുപോലെ വേൾഡ് കപ്പിൽ 2026 വേൾഡ് കപ്പിൽ ഒപ്പോണൻസ് ആയിട്ടുള്ള എല്ലാ ടീമുകളുടെയും ഉറക്കം കെടുത്താനായി അവൻ എത്തും. ബ്രസീലിന്റെ സ്വന്തം സുൽത്താൻ എത്തിയിരിക്കും. ഈ സ്കോഡ് കണ്ടിട്ട് ആരും അങ്ങനെ പരിഭ്രമിക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് നെയ്മർ ഫാൻസിനോടാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നെയ്മർക്ക് കുറച്ചുകൂടി സമയം കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് ഫിറ്റ് ആവാൻ, ഒന്ന് സെറ്റ് ആവാനൊക്കെ ഉള്ള സമയം കാർലോ കൊടുത്തിരിക്കുന്നു, അതാണ് സത്യം. നെയ്മർ പതിയെ ഇരിക്കട്ടെ അവിടെ, നമുക്ക് നെയ്മറെ ആവശ്യമുണ്ട്. അപ്പോ 2026 വേൾഡ് കപ്പിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഒന്ന് റെഡിയായി എത്തിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും ആ കപ്പ് നമുക്ക് തൂക്കാനുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നെയ്മർ എത്തിയാൽ മതി. ഇനി അതാണ് കാര്യം, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. നെയ്മർ എത്തിയിരിക്കും, പലരുടെയും ഉറക്കം കെടും. താങ്ക് യു.